നമസ്കാരം. ജീവൻ ടി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സഫലമി യാത്ര എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം. പ്രവാസി മലയാളികളും അവരുടെ ജീവിത അനുഭവങ്ങളും അവർ നേടിയെടുത്ത വിജയ സംരംഭങ്ങളെക്കുറിച്ചാണ് സഫലമി യാത്രയിൽ. വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസ ജീവിതത്തിലേക്ക് കടന്നു വന്നവർ കഠിനാധ്വാനം, ആത്മാർത്ഥതയും സത്യസന്ധതയും കൊണ്ട് വിജയം കൈവരിച്ചവർ നമുക്ക് നൽകുന്ന പാഠം എന്താണ്? ഇന്ന് അത്തരത്തിലുള്ള ഒരു അതിഥിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ പോകുന്നത്. പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി എന്ന പ്രദേശത്ത് നിന്നും ആഫ്രിക്കൻ രാജ്യങ്ങളിലും ദുബായിലും ബിസിനസ് ആരംഭിച്ച് ബിസിനസ്സിൻ്റെ രംഗത്ത് വിജയം കൈവരിച്ച് പരീക്ഷണങ്ങളും പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന ബിനു മലയൻ തോമസാണ് ഞങ്ങളുടെ അതിഥി. അദ്ദേഹം AB ബ്ലൂ സ്കൈ എന്ന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്നു. അദ്ദേഹം അതിൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറാണ്. ഈ പ്രോഗ്രാമിലേക്ക് ബിനു സാറിനെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. കോഴഞ്ചേരി എന്ന പ്രദേശം ഒരു ഗ്രാമമാണ് പത്തനംതിട്ട ജില്ലയിൽ. അവിടെയാണ് നമ്മുടെ ബാല്യകാലം. അവിടെ ജനിക്കുന്നു, വിദ്യാഭ്യാസമൊക്കെ അവിടെയായിരുന്നു. അതെ. എങ്ങനെയായിരുന്നു ആ തുടക്കകാലത്തെക്കുറിച്ചൊന്ന് പറയാം? ഞാൻ 1971 കോഴഞ്ചേരി പുന്നക്കാട് എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ ജനിച്ചു. എനിക്ക് 2 സഹോദരങ്ങളുണ്ട്. എൻ്റെ പേരൻസ് നാട്ടിൽ തന്നെയാണ്. പപ്പ ആണെങ്കിൽ ബിസിനസ് ചെയ്ത് കഴിഞ്ഞ ഒരു 5 നൂറ്റാണ്ടായിട്ട് ബിസിനസ്സിനകത്താണ്. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ വളർന്നു വന്നത്. ആ സാഹചര്യങ്ങളിൽ കൂടെ വന്നു. പഠനശേഷം ആഫ്രിക്കയിലോട്ട് ഒരു എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അന്നത്തെ കാലത്ത് എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത് ഗൾഫ് കൺട്രീസാണ്. കുറച്ച് പേര് അമേരിക്കയ്ക്ക് പോവും, ബാക്കിയുള്ള എല്ലാവരും UAE കൂടുതൽ അട്രാക്റ്റഡ്. ആ സമയത്ത് എനിക്കൊരു ചാൻസ് ആഫ്രിക്കയിലോട്ട് പോകാൻ കിട്ടി. ആ സമയം ഞാനത് ഉപയോഗിച്ച് 1995 ആഫ്രിക്കയിലോട്ട് പോയി. 95 ആദ്യമായിട്ട് ആഫ്രിക്കയിലേക്ക് പോകുന്നു. അതെ. അപ്പോൾ പിതാവിൻ്റെ പേര് PT തോമസ്. എന്ത് ബിസിനസ് ആയിരുന്നു? ഞങ്ങൾക്ക് അവിടെ ഇവന്റ് ആൻഡ് കേറ്ററിംഗ് ഇവന്റ് മാനേജ്മെന്റ് ബേസിക്കലി. മൂത്ത മകനായിരുന്നു? അതെ, മൂത്ത മകൻ. ബാക്കി 2 സഹോദരങ്ങൾ? രണ്ടാമത്തെ ആൾ യുഗാണ്ടയിലാണ്. പുള്ളി പ്രൊജക്ട് മാനേജറാണ്. മൂന്നാമത്തെ ആളിപ്പം ഔട്ട്ഡോർ കേറ്ററിംഗ് ഈവൻറ്റ്സ് നോക്കി നടത്തുന്നു. ശരിക്കും അതായത് കോഴഞ്ചേരി തന്നെയാണ് വിദ്യാഭ്യാസമൊക്കെ? അതെ. വിദ്യാഭ്യാസം പൂർത്തിയാക്കി 1995 ആഫ്രിക്കയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞു, കാരണം ആഫ്രിക്കയിൽ പോകാനുള്ളൊരു ചാൻസ് കിട്ടി. അതെങ്ങനെയായിരുന്നു? എൻ്റെ പപ്പയുടെ കസിന് 1953 ആഫ്രിക്കയിൽ പോയി. അപ്പം പുള്ളിയുടെ ഒരു വിസിറ്റ് 1994 ഒരു കാഷ്വലി എന്നോട് ചോദിച്ചു, നീ ആഫ്രിക്കയ്ക്ക് വരുന്നു? ഞാൻ പറഞ്ഞു ഓക്കെ, വൈ നോട്ട്, സെൻഡ് മി എ ടിക്കറ്റ് ആൻഡ് ഇൻവിറ്റേഷൻ, ഐ വിൽ കം. അപ്പോൾ അങ്ങനെ ഒരു യാദൃച്ഛികമായിട്ടുള്ളൊരു ഇൻവിറ്റേഷനിൽ കൂടെ പോയതാണ്. അവിടേക്ക് എന്തായിരുന്നു അവിടെ തുടക്കം എങ്ങനെയായിരുന്നു? ഈ ആഫ്രിക്കയിൽ ഏത് സ്ഥലത്തായിരുന്നു? യുഗാണ്ടയിൽ. അതെ. എങ്ങനെയായിരുന്നു അതിനെക്കുറിച്ചൊന്ന്? യുഗാണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ കൂട്ടൊരു രാജ്യമാണ്, നാടിൻ്റെ കൂട്ടൊരു സ്ഥലമാണ്. കുന്നുകളും മലകളും പച്ചപ്പും മഴയും എല്ലാം ഉള്ളൊരു നാട്ടിൻ പ്രദേശം പോലെ സ്ഥലം. പിന്നെ അവിടെ ഞാൻ കണ്ട വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലില്ലാത്ത ചില വാഹനങ്ങൾ, അതായത് മെർസിഡീസ് ബെൻസും അങ്ങനെയുള്ള ഹൈ എൻഡ് വെഹിക്കിൾസൊക്കെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ റോഡെല്ലാം നല്ല ക്ലീൻ ആയിരുന്നു. നാരോ റോഡ്സ് ആണ്. ഒരു വണ്ടി ഓപ്പോസിറ്റ് സൈഡിൽ വന്നാൽ നമ്മൾ മാറ്റി കൊടുക്കണം. അത് ആരുടെ വണ്ടിയാണ് വലുത് അവരനുസരിച്ച് മാറ്റി കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് ആൾക്കാർ ഡ്രൈവ് ചെയ്യുന്ന ഒരു സ്ഥലവുമായിരുന്നു അന്നത്തെ കാലത്ത്. പിന്നെ ഏറ്റവും ക്ലീൻ ആയിട്ടുള്ളൊരു സിറ്റിയാണ് പേൾ ഓഫ് ആഫ്രിക്ക എന്ന് പറയും യുഗാണ്ടയെക്കുറിച്ച്.
അതെ അതെ. അപ്പോൾ ഒരു ആദ്യമായിട്ട് പോകുന്ന ഒരു രാജ്യം ആഫ്രിക്ക, ഉഗാണ്ട എന്ന ഒരു പ്രദേശത്ത് മുൻ പരിചയങ്ങളില്ല. കാരണം ഇന്ത്യയെ വിട്ട് പ്രത്യേകിച്ച് മറ്റൊരു രാജ്യത്തേക്കുള്ള ഒരു യാത്ര, ആ അനുഭവം എങ്ങനെയായിരുന്നു? എൻ്റെ ആദ്യത്തെ യാത്രയിൽ ഞാൻ ചിന്തിച്ച ഒന്ന് മാത്രമേ ഉള്ളൂ. അതായത് ജീവിതം വേറൊരു ലെവലിലോട്ടാക്കുക, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക, അതിനുവേണ്ടി എന്ത് ഡെഡിക്കേഷനും എന്ത് പെയിൻഫുൾ ആയാലും മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള എല്ലാ ദൈവം തമ്പുരാൻ്റെ കൃപയും ഉള്ളത് കൊണ്ട് അത് വെച്ച് മുന്നോട്ട് പോയി. അവിടെ ചെന്ന അധികം മലയാളികളൊന്നുമില്ല, വളരെ ചുരുക്കം കുറച്ച് മലയാളികളുള്ളൊരു സ്ഥലത്തായിരുന്നു. മലയാളി അസോസിയേഷൻസോ അങ്ങനെ ഫ്രണ്ട്സോ അങ്ങനൊന്നും വലിയ കാര്യമായിട്ടൊന്നുമില്ല. ആകപ്പാടെ എൻ്റെ അങ്കിൾ അറിയാവുന്ന കുറച്ച് ആൾക്കാരുമായിട്ടുള്ള സഹവാസത്തിൽ അവിടെ സ്റ്റാർട്ട് ചെയ്തു. അവരെല്ലാം നല്ല കോൺഫിഡൻസ് ബിൽഡ് ചെയ്തു. അതായത് എല്ലാവരും പറഞ്ഞ് ഞങ്ങളെല്ലാം ഇതുപോലെ വന്നതാണ്, അതുകൊണ്ട് ഒന്നും പേടിക്കണ്ട, മുന്നോട്ട് പോവുക. അങ്ങനെ ഞാൻ വിചാരിച്ചു ആദ്യം ഒരു 5 years ചെയ്ത് ഒന്ന് ജീവിതം ഒരു ഡിഫറെൻറ്റ് ലെവലിലോട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആ 5 years ജോലിയായിരുന്നോ? 5 years ഞാൻ അങ്കിളുടെ കൂടെ സെയിം കമ്പനി ജോലി ചെയ്തു. അതെ. എന്തായിരുന്നു ആ കമ്പനി? ഞാൻ IT കമ്പനി തന്നെയായിരുന്നു. IT കമ്പനി ഞങ്ങളുടെ അന്നത്തെ കാലത്തെ ഏറ്റവും നല്ലൊരു IT കമ്പനി. അത് സർവീസ് ഇൻഡസ്ട്രിയിലായിരുന്നു കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത്. അത് ബേസ് ചെയ്തിട്ട് നമ്മുടെ ക്ലയൻറ്റിനെ നല്ലതായിട്ട് ബിൽഡ് ചെയ്തു. അതായിരുന്നു അവിടെ ആ ഒരു കാലഘട്ടത്തിൽ. അതെ. IT ഒരു സ്റ്റാർട്ടപ്പ് ടൈം ആയിരുന്നു അല്ലേ? അതെ, തുടക്കത്തിൽ ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ IT റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചു. തീർച്ചയായിട്ടും. ആ ഒരു 5 വർഷം അങ്ങനെ വർക്ക് ചെയ്തിട്ട് 2000-ലാണ് 2001 റുവാണ്ടയിലോട്ട് മൂവ് ചെയ്തു. അപ്പോൾ ആ സമയത്ത് സെയിം ബ്രാൻഡിൽ തന്നെ നമ്മളവിടെ കമ്പനി സ്റ്റാർട്ട് ചെയ്തു, അത് ബിൽഡ് ചെയ്തു. 2003 അവിടെ 2002 ആക്ച്വലി എനിക്ക് വലിയൊരു പ്രൊജക്റ്റ് കിട്ടി. അത് USAIDൻ്റെ ഒരു പ്രൊജക്റ്റായിരുന്നു. MSD വാഷിങ്ടൺ ആയിരുന്നു അത് അന്നത്തെ കാലത്ത് അത് കൺസൾട്ട് ചെയ്തത്. അതിൽ നമ്മൾ എക്സലൻറ്റ് സൊല്യൂഷൻ ഡെലിവറി നമ്മൾ കൊടുത്തു. അത് പ്രകാരം അവിടുത്തെ പ്രസിഡൻറ്റ് ദ ഗിവൺ എ സ്പെഷ്യൽ അവാർഡ് ടു റെക്കഗ്നൈസ് അവർ എഫേർട്സ് ആക്ച്വലി. കാര്യം ആരും വിചാരിച്ചില്ല അങ്ങനെ ഒരു സൊല്യൂഷൻ അവിടെ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ആ ഒരു സൊല്യൂഷൻ ചെയ്തുകൊണ്ട് ഗിവൺ എ എക്സലൻസ് ഓഫ് അവാർഡ് 2003 ആദ്യം കിട്ടുന്ന ഒരു വ്യക്തി ഞാനാണ്. അതായത് പുറത്തുനിന്നുള്ള രാജ്യത്ത് ഇങ്ങനൊരു അംഗീകാരം കിട്ടിയത് എന്നിൽ കൂടാണ് സ്റ്റാർട്ട് ചെയ്തത്. ശരിക്കും നമ്മൾ ചെയ്ത ആ ജോലിയുടെ ആത്മാർത്ഥതയും ആ ജോലിയോടുള്ള കമ്മിറ്റ്മെന്റും തന്നെയാണ് നമ്മളെ ഒരു അവാർഡിന് അർഹനാക്കിയത്. അതെ അതെ. അത് ജീവിതത്തിൽ എന്നും ഓർത്തിരിക്കാൻ പറ്റിയൊരു സംഭവമാണ്. ഇപ്പൊ ഒരു സോഫ്റ്റ്വെയർ സൊല്യൂഷനാണ് പ്രധാനമായിട്ട്. അപ്പൊ എന്തൊക്കെ കാരണം എന്ന് വെച്ചാൽ ആ ഒരു 95 മാറി ഇന്ന് നമ്മൾ 2025 നിൽക്കുമ്പോൾ ശരിക്കും നമ്മളൊരു 30 വർഷം മാറി നിൽക്കുമ്പോൾ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ആണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ മേളിലേക്ക് പോവുകയാണ് നമ്മൾ ടെക്നോളജീസ്. ഇപ്പോൾ AI വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു തുടക്കത്തിൽ നിന്ന് ഇതുവരെയുള്ള ആ വേരിയേഷൻ അത് എങ്ങനെ വിലയിരുത്തുന്നു? ഒരു ടോട്ടൽ ചേഞ്ചാണ്. അന്നത്തെ കാലത്ത് നമ്മളൊരു ലാപ്ടോപ്പ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റും അതിൻ്റെ പ്രൈസും ഇന്നത്തെ ലാപ്ടോപ്പും അതിൻ്റെ പ്രൈസും അതിൻ്റെ ഫീച്ചേഴ്സും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ടെക്നോളജി വളർന്നു കഴിഞ്ഞു. അപ്പം അന്ന് ലിമിറ്റഡ് ആൾക്കാർക്ക് ഇത് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇന്ന് അത് കൊച്ചുകുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ തന്നെ ആക്സസ് ചെയ്യാൻ പറ്റിയൊരു ഒരു ഇമ്പോർട്ടൻറ്റ് ടൂളായിട്ട് മാറി. അന്നത്തെ കാലത്ത് അത് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലായിരുന്നു, പക്ഷേ ഇന്നത് നെസസറി ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നു. പിന്നെ ടെക്നോളജി വൈസ് ഇപ്പം നമ്മൾ നോക്കിയ ChatGPT എന്ന് പറയുന്ന സംഭവം അല്ലെ AI റിലേറ്റഡ് സൊല്യൂഷൻസ്, അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനേ പറ്റത്തില്ല. ഇന്ന് ആ ഒരു മേഖലയിലേക്ക് നമ്മൾ എത്തിച്ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. ശരിക്കും എത്രയും ടെക്നോളജികളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ആ പരിമിതമായ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് ആ ഒരു സൊല്യൂഷൻ നമുക്ക് സോഫ്റ്റ്വെയറിൻ്റെ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്ത് അംഗീകാരം വാങ്ങിച്ച ഒരാളാണ് താങ്കൾ. അന്ന് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ നോട്ട് ഓൺലി സോഫ്റ്റ്വെയർ, അത് ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് ടാസ്ക് ആയിരുന്നു കൂടുതലും. കാര്യം ആദ്യം നമുക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചറാണ്. അത് വെച്ചിട്ട് വേണമല്ലോ നെക്സ്റ്റ് ലെവലിലോട്ട് ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ ടൂൾസ് ഉപയോഗിച്ചിട്ട് അതൊരു സൊല്യൂഷനായിട്ട് കംപ്ലീറ്റ്ലി ഡെലിവർ ചെയ്യാനുള്ളത്.
അപ്പോൾ അത് നമ്മൾ സക്സസ്ഫുള്ളി എല്ലാ കാര്യങ്ങളും ഡെലിവർ ചെയ്യാൻ പറ്റി. ഈ ഉഗാണ്ട പോലൊരു രാജ്യത്ത് അത്രയും അവെയർ അല്ലാത്ത ഒരു രാജ്യത്ത് ഇത്രത്തോളം സോഫ്റ്റ്വെയറും അല്ലെങ്കിൽ ഇത്രത്തോളം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് അല്ലാത്ത ഒരു സ്ഥലത്ത് നമുക്ക് എങ്ങനെ അത് സാധിച്ചു എന്നുള്ളത്? അത് പൊതുവേ ഒരു തെറ്റിദ്ധാരണയാണ്. ആഫ്രിക്ക എന്ന് വിചാരിച്ച ആൾക്കാർ വിചാരിക്കുക അവിടെ ഒന്നുമില്ലെന്ന്. അവിടെ എല്ലാം ഉണ്ട്. സോ ഞാൻ പറയുന്നത് അന്നത്തെ കാലത്ത് ഞാൻ കമ്പയർ ചെയ്യുമ്പം, അതായത് കേരളവുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കില്ലാത്ത പല കാര്യങ്ങളും ആഫ്രിക്കയിലുണ്ടായിരുന്നു. സോ ഞാനത് നാട്ടിലൊക്കെ അവധിക്ക് പോകുമ്പോൾ ഇത് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇതെന്താ നീ ചുമ്മാ തമാശ പറയാണ്. കാര്യം നമ്മൾ ടച്ച് ചെയ്തിട്ടുള്ള സെർവേഴ്സോ അല്ലെങ്കിൽ ഹാർഡ്വെയർ റിലേറ്റഡ് പ്രൊഡക്ട്സ് അന്ന് ഇന്ത്യയിൽ തന്നെ വളരെ ചുരുക്കമായിട്ട് ഉപയോഗിക്കത്തുണ്ടായിരുന്നു. സോ ദേ വേർ ഫാർ അഹെഡ് ബെറ്റർ ആക്ച്വലി. സോ ഇന്നും അത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട്. ശരിക്കും ഒരു ആഫ്രിക്കൻ രാജ്യത്തിലേക്കുള്ള എൻട്രി ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് താങ്കളെ മോൾഡ് ചെയ്തത്? ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് ആക്ച്വലി. കാര്യം നമ്മൾ ജീവിതത്തിൽ ആദ്യം പഠിച്ചത് വെൽ ഡിസിപ്ലിൻഡ് ആയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെയുള്ള ആൾക്കാരുമായിട്ട് എത്രയും ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളത്. നമുക്കങ്ങനെ ഒരു കാലഘട്ടത്തിലല്ല നമ്മൾ വളർന്നു വന്നത്. നമുക്കറിയാവുന്ന നമ്മുടെ മലയാളികൾ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാർ അത് മാത്രമേ ഉള്ളൂ. ബിയോണ്ട് ദാറ്റ് ഡിഫറെൻറ്റ് കൾച്ചറും ഡിഫറെൻറ്റ് നാഷണാലിറ്റീസും ഒരുമിച്ച് നിന്ന് പല കാര്യങ്ങളും ചെയ്യാനുള്ളൊരു ലേണിംഗ് പ്രോസസ്സ് അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അതിൽ കൂടെ ഞാൻ വീണ്ടെടുത്ത പല കാര്യങ്ങളുണ്ട്. അതായത് റോട്ടറി ഇൻ്റർനാഷണലിൻ്റെ പാർട്ടായിരുന്നു. പാസ്റ്റ് പ്രസിഡൻ്റായിട്ട് റോട്ടറി ക്ലബ് ഓഫ് റുവാണ്ടയിൽ നല്ല നല്ല പ്രൊജക്റ്റുകൾ ചെയ്യാൻ സാധിച്ചു. അങ്ങനെയുള്ള കുറേ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് അവിടെ നിന്ന് ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ഏറ്റവും വലിയൊരു മുന്നോട്ടുള്ള യാത്രയിൽ ഒരുപാട് സഹായിച്ചു എന്നുള്ളത്. അതെ, തീർച്ചയായിട്ടും. ഈവൻ ICT ചേംബറിൻ്റെ വൺ ഓഫ് ദ ഫൗണ്ടിങ് ഡയറക്ടർ ഐ വാസ്. ദെൻ റിക്ട, അവിടുത്തെ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ ബോർഡ് മെമ്പറായിരുന്നു. കുറേ വർഷങ്ങൾ അതിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയൊരു സാഹചര്യങ്ങളിൽ കിട്ടി. മറ്റൊരു രാജ്യത്ത് ആസ് എ മലയാളി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമ്മൾ നേടുന്ന ഒരു വലിയൊരു അംഗീകാരങ്ങളുണ്ടല്ലോ, അത് നമ്മൾ എത്രത്തോളം സന്തോഷമാക്കിയിട്ടുണ്ട്? തീർച്ചയായിട്ടും അത് ജീവിതത്തിൽ എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റിയ പല പല നല്ല നല്ല കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ഈവൻ ജനീവയിൽ, ഈ റുവാണ്ടയിൽ നിന്ന് ഞങ്ങൾ ബെസ്റ്റ് സൊല്യൂഷൻ കമ്പനി ആയത് കാരണം ഞങ്ങളെ റെക്കമെൻഡ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ജനീവയിൽ സ്റ്റാർ അവാർഡ്സ് ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തായിരുന്നു. അത് ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒട്ടും മറക്കാൻ പറ്റാത്ത സംഭവങ്ങളാണ്. അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ഒത്തിരി അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് അംഗീകാരങ്ങൾ നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റിയും കൂടെ ഉണ്ടാവാറുണ്ട് മനുഷ്യനെ. അപ്പോൾ എത്രത്തോളം അത് നമ്മളെ ഒരു പ്രഷറിലേക്ക് കൊണ്ടുപോകും? കാരണം എന്ന് വെച്ചാൽ ഒരു ഇറ്റ്സ് ഓൾ അബൌട്ട് നമ്മളത് എങ്ങനെ എടുക്കുന്നു, അത് നമ്മൾ മറ്റുള്ള ടീം മെമ്പറിൽ കൂടെ നമ്മൾ അച്ചീവ് ചെയ്യുന്നു, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമുക്ക് മാത്രമേ ഇത് പഠിക്കാൻ പാടുള്ളൂ, അല്ലെ നമ്മൾ മാത്രമേ ഇത് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊരു ഫീൽ ഉണ്ടെങ്കിൽ വി വിൽ നോട്ട് ഏബിൾ ടു ഗ്രോ. അപ്പോൾ അതൊരു പ്രഷർ ലെവലിലോട്ട് നമ്മളെ ഒരിക്കലും കൊണ്ടുപോയിട്ടില്ല. അത് ടീമായിട്ട് എല്ലാം ഫേസ് ചെയ്ത് നല്ല രീതിയിൽ ഡെലിവറി ചെയ്ത് അതിന് നമ്മളെ അവർ ട്രസ്റ്റ് ചെയ്തേക്കുന്നത് മാക്സിമം ഡെലിവറി ചെയ്യുക എന്നുള്ളതാണ് പഠിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മൾ മുന്നോട്ടുള്ള ഒരു വിജയം കൈവരിച്ചത്. ഇൻ 2005 ഒരു ഡ്രീം ലാൻഡാണ് ദുബായ് എന്ന് പറയുന്നത്, IT-യുടെ ഒരു ബൂമിങ് കാലം. അവിടെ വീണ്ടും അവിടെ നിന്ന് ഒരു ബാക്കൻഡ് അല്ലെങ്കിൽ ഒരു ദുബായ് എന്ന് പറയുന്ന ഒരു സ്വപ്ന നഗരിയിലേക്ക് 2005 വരികയാണ്. ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു എക്സ്പീരിയൻസ് കുറിച്ച് പറയാം. 2003 ഞാനിത് സ്റ്റാർട്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ ഞങ്ങളുടെ റിക്വയർമെൻറ്റ്സും ഞങ്ങളുടെ നീഡ്സ് ബേസിക്കലി അതിവിടെ പ്രൈസും കമ്പയർ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന പ്രൈസ് ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് വൈ നോട്ട് ബി ആ മാർജിനൽ ഡിഫറൻസ് ഐ ക്യാൻ റൺ എ കമ്പനി ഹിയർ. ലൈക്ക് ദാറ്റ് ഐ സ്റ്റാർട്ടഡ് ദ കമ്പനി. അപ്പം എൻ്റെ അങ്കിൾ പറഞ്ഞു, we are entering into a new territory. We don't know the pace there. There are a lot of risk here. അതായത് ഇവിടെ ചെക്കിൻ്റെ ഒത്തിരി ഇഷ്യൂസ് ഉണ്ട്, പേയ്മെൻറ്റ് ഇഷ്യൂസ് ഉണ്ട്. വി ഗെറ്റ് സ്റ്റക്ക് സംവെയർ, സ്റ്റാൻഡ് സംവെയർ, വി വിൽ നോട്ട് ഏബിൾ ടു കം ബാക്ക്. ഐ സെഡ് ലെറ്റ്സ് ഗിവ് എ ട്രൈ. അത് കഴിഞ്ഞിട്ട് നമ്മളത് പുഷ് ചെയ്യാം. ആ കമ്പനി ഇപ്പോഴും സക്സസ്ഫുള്ളി റൺ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് വാസ് ആൻ എക്സ്പീരിയൻസ് ബേസിക്കലി.
വീണ്ടും കാരണം നമ്മൾ ഈ ഒരു യാത്രയിൽ പല സ്ഥലത്തും പ്രതിസന്ധികളും പ്രശ്നങ്ങളും അതിജീവിക്കാനുള്ള ഒരു മനക്കരുത്താണ്. പക്ഷേ നമുക്ക് എവിടെ മുന്നോട്ടുള്ള യാത്രയിൽ ഒരു തടസ്സം വന്നതുപോലെ, അല്ലെങ്കിൽ എല്ലാം നമുക്ക് വെച്ച് മാറ്റേണ്ട ഒരു അവസ്ഥ ഫേസ് ചെയ്തു. അപ്പോൾ അതെങ്ങനെ അതിനെ ഓവർകം ചെയ്യും? ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും പ്രതിസന്ധികൾ മുന്നേ ഉണ്ട്. അത് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിച്ചിരുന്നാൽ നമ്മളൊരു കാര്യം ചെയ്യത്തില്ല. അതേസമയം നമ്മൾ ഫേസ് ചെയ്യുന്ന സമയത്ത് അത് പോസിറ്റീവ് സൈഡായിട്ട് എടുത്ത്, സോ വി ഡു ഹാവ് ബെറ്റർ തിങ്സ് ടു ഡു എന്നുള്ളൊരു പോസിറ്റീവ് സൈഡായിട്ട് എടുത്ത് നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സക്സസ് ആവും. അത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ്. അതെ, തീർച്ചയായിട്ടും. പിന്നെ 2023 AB ബ്ലൂ സ്കൈ ഒരു നീലാകാശത്തിലൂടെ നമ്മൾ പറക്കുക എന്നുള്ളതാണ്. അതാണ് ആ ഡ്രീം. അതെ. അപ്പോൾ അങ്ങനെ നമ്മൾ ABയെ കൊണ്ട് ദുബായിൽ ലാൻഡ് ചെയ്യുകയാണ്. ആ കമ്പനിയുടെ ആ സ്ട്രാറ്റജിയെക്കുറിച്ചും ബിസിനസ് സ്ട്രാറ്റജിയെക്കുറിച്ചും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. സോ AB ബ്ലൂ സ്കൈ എന്ന് പറഞ്ഞ ഒരു കമ്പനി ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പം ഞങ്ങൾ വിചാരിച്ചു, ഓക്കെ, വി ഡോണ്ട് നീഡ് മോർ ദാൻ 10 people. ദാറ്റ് ഈസ് ഫസ്റ്റ് തിങ് ദാറ്റ് വി ഡിസൈഡഡ്. ബിഫോർ ദാറ്റ് നമ്മൾ 10ഉം 70ഉം 100ഉം പേരെ വെച്ച് ബിസിനസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വളരെ സെലക്റ്റീവായിട്ട്, അതായത് പ്രൊഡക്റ്റ് സെലക്റ്റീവ് ആവുക. വൺ ഓഫ് മൈ പ്രൊഡക്റ്റ് ഈസ് ടൈലേർഡ് ഇൻ്റലിജൻസ് സോഫ്റ്റ്വെയർ. ഐ മീൻ ഇറ്റ്സ് എ സൊല്യൂഷൻ ബേസിക്കലി. അത് ചെറിയൊരു കമ്പനിക്ക് ഉപയോഗിക്കാം, ഏറ്റവും വലിയ മൾട്ടിനാഷണൽസ് ഉപയോഗിക്കാൻ പറ്റിയ സൊല്യൂഷനാണ്. അപ്പോൾ അതാണ് ഞങ്ങളുടെ മെയിൻ ഏരിയ ഓഫ് ഫോക്കസ് നൗ. So similarly, I do have few other divisions. One is trading. So that trading, we do have a back-end factory in Umalcoin. The perfume ആണ് മാനുഫാക്ചർ ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾക്ക് വേറൊരു വിങ് ഉണ്ട്, അതിനകത്ത് ചെയ്യുന്നത് അഫോർഡബിൾ ഹൗസിംഗ്. ദാറ്റ്സ് നോട്ട് ഫോർ ഹിയർ, ഫോർ ആഫ്രിക്ക ബേസിക്കലി. അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. വേറൊരിടത്തിൽ കൂടെ നമ്മൾ സ്പേസ് ടെക്നോളജി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അത് കറൻ്റ്ലി വൺ ഓഫ് ദ ഈസ്റ്റ് ആഫ്രിക്കൻ കൺട്രി വി ആർ ഓൾമോസ്റ്റ് ഇൻ ദ വേർജ് ഓഫ് ഫൈനലൈസിങ്. അപ്പം അങ്ങനെ കുറച്ച് ന്യൂസ് സക്സസ് സ്റ്റോറി 2026 ഷെയർ ചെയ്യാം. തീർച്ചയായും. അപ്പം അത് ബേസ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്, അതായത് വളരെ നിഷ് ഏരിയയിൽ വളരെ സെലക്റ്റീവായിട്ട് മറ്റുള്ളവർ ചെയ്യുന്നത് കോപ്പി ചെയ്യാതെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് പോവുകയാണ്. അതാണ് നമ്മൾ തുടക്കം തൊട്ടേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2023 നമ്മളിത് സ്റ്റാർട്ടപ്പിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മളതൊരു ലോങ്ങിലേക്കുള്ള ഒരു പ്ലാനിങ് ഉണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ AB ബ്ലൂ സ്കൈ ചെയ്യുന്ന നേരത്തെ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ്, അപ്പോൾ അതിൻ്റെ ഇപ്പം നേരത്തെ പറഞ്ഞു, ചെറിയ കമ്പനി മുതൽ വലിയ മൾട്ടി ഇൻ്റർനാഷണൽ കമ്പനികൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സൊല്യൂഷനാണ് നമ്മൾ കൊടുക്കുന്നത്. അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, അതെ, അത് നമുക്ക് അത്രയും ക്വാളിറ്റിയോടുകൂടി ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസം പറഞ്ഞത്. അപ്പോൾ അത് പ്രൈസ് വൈസ് ആയിരുന്നാലും എങ്ങനെയായിരിക്കും? അത് വളരെ കോമ്പറ്റീറ്റീവ് പ്രൊഡക്റ്റ് ആണ്. സോ വെൻ യു കമ്പയർ അതർ പ്രൊഡക്ട്സ്, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ 7 layers ഓഫ് ഇൻ്റലിജൻസ് ആണ്. മറ്റ് നമ്മുടെ കോമ്പറ്റീഷൻ എടുത്ത് നോക്കുമ്പോൾ അത് ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് ഒരുമിച്ച് വെച്ചെങ്കിലേ അതൊരു സൊല്യൂഷൻ ആകത്തുള്ളൂ. അതേസമയം നമ്മുടെ സൊല്യൂഷൻ ഒറ്റയൊരു സൊല്യൂഷൻ ഇട്ട് കഴിഞ്ഞാൽ ഈ 7 layers ഈസിലി പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. പ്രൈസ് വൈസും കമ്പാരിറ്റീവ്ലി മച്ച് ചീപ്പർ. സോ ദ ബ്യൂട്ടി ഈസ് വി ക്യാൻ ഡു ദ ടൈലേർഡ്. അപ്പോൾ നമ്മൾ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് ഏതെല്ലാം തരത്തിലുള്ള കമ്പനികളെയാണ്? നമ്മൾ അട്രാക്ട് ചെയ്യുന്നത് ഈവൻ ഗവൺമെൻറ് ആകാം, it can be even sold to any actually, the banks, FMCGs, you name it. So anybody is required today to be protected their environment. Yes. കാര്യം ഇന്ന് ഈ സൈബർ അറ്റാക്സ് വളരെ എവറി ഡേ വി ആർ ഹിയറിംഗ്. അപ്പം അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്ക് അത് പോകുന്നു. അതെ, അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഉള്ളൊരു സൊല്യൂഷനാണിത്. So that shows okay, there are potential across any clienteles basically. അപ്പോൾ അതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ സപ്പോർട്ട് നമ്മൾ എവിടെ നിന്നാണ് കിട്ടും? ഫസ്റ്റ് ലെവൽ സപ്പോർട്ട് നമ്മുടെ ഇന്റേണലി ആയിരിക്കും. നെക്സ്റ്റ് വൺ വി ഡു ഹാവ് ദ സീരിയസ് കമ്മിറ്റ്മെന്റ് ഫ്രം ദ OEM. അപ്പം OEM they will take care directly.
അപ്പോൾ അത്തരം പ്ലാനോട് കൂടിയാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ തീർച്ചയായും അതിനൊരുപാട് വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച രണ്ട് വ്യക്തികളെന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കളാണ്. അവർ ഒരു പക്ഷേ യു ആർ ഇൻ ടു ദി ബിസിനസ് ഫീൽഡ് എന്താണെന്ന് മനസ്സിലാക്കുന്നത് പോലും ഫാമിലിയിൽ നിന്നാണ്. അച്ഛനും അമ്മയും താങ്കളുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? പപ്പ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടൊരു വ്യക്തിയാണ്. early 80s actually, hardly people started event management, ഔട്ട്ഡോർ കേറ്ററിങ് വളരെ കുറച്ച് ഉള്ളായിരുന്നു നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് ഞങ്ങളുടെയൊക്കെ ഏരിയയിൽ, അതായത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ. അത് ഞങ്ങൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഞങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പപ്പ അത് ചെയ്യുമ്പോൾ എനിക്ക് അതിന് കിട്ടിയേക്കുന്ന ചാൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഗിവൺ മീ എ ബിഗ് സ്റ്റോറി ടു ടെൽ. അതായത് ഡെയിലി ഒരു 400-500 മെമ്പേഴ്സ് ടീം ലീഡ് ചെയ്യണം. ഇവരെ പലയിടത്തായിട്ട് വിടണം. അതായത് മേ ബി വി ഡു ഹാവ് 5 parties one time. Same time we need to manage everybody. All clients need to be satisfied. So that he done a perfect job. Even now today he is 85 plus. He is very actively involved നമ്മുടെ ബിസിനസ്സിനകത്ത് ബ്രദറിൻ്റെ കൂടെ നാട്ടിൽ. അപ്പം ആ പേര് ഇന്നും നിലനിൽക്കുന്നുണ്ട് നല്ലതായിട്ട്. അത് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ തന്നെ തീരുമാനിച്ചേക്കും. ഞങ്ങൾ 3 ബ്രദേഴ്സ് അതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഷെയർ ഹോൾഡേഴ്സ് ആണ്. അപ്പോൾ ശരിക്കും കുട്ടിക്കാലം മുതലേ പപ്പയുടെ ഹാർഡ് വർക്കും ആ സിൻസിയാരിറ്റിയും ആ ഡെഡിക്കേഷനും താങ്കളുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു ബിസിനസ്സിലേക്ക് ഒരു സക്സസ് ആവാനായിട്ട് പപ്പയുടെ നിന്ന് പഠിച്ച ഏറ്റവും വലിയ മന്ത്രം ഏതാണ്? സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുക. അത് തന്നെയാണ്. നോ ചീറ്റിംഗ്, നോ ഷോർട്ട് കട്ട്സ്. Do your best, you get it today or tomorrow. No compromise at all. These are things he taught me. മദർ എന്താണ് നമ്മളെ ജീവിതം? മമ്മി ഹൗസ് വൈഫാണ്. മമ്മി വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു മദർ. ഞങ്ങൾ 3 പ്രാർത്ഥന തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും എല്ലാവരെയും നല്ല രീതിയിൽ ഏത് ഗസ്റ്റ് വന്നാലും വിത്ത് ഹാപ്പി സ്മൈൽ വി റിസീവ്. ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ ഗ്രാൻഡ് ഫാദറും മദറും എല്ലാ ഒരു ക്യാരക്ടേഴ്സ് ആയിരുന്നു. അതുപോലെ തന്നെ പേരൻസ് ദേ ഡിഡ് ദെയർ ബെസ്റ്റ് ഫോർ ദി കമ്മ്യൂണിറ്റി. സിമിലർലി വി ഓൾസോ ഡൂയിങ് അവർ ബെസ്റ്റ്. വിവാഹം കഴിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? റാന്നി സൈഡ് കീക്കഴൂർ കുൽഡാമണ്ണിൽ. വൈഫിൻ്റെ പേര് ആഷ. ഇപ്പം ദുബൈയിലുണ്ട്. ഞങ്ങൾ കുട്ടികൾ 2 പേര്. മൂത്ത മോന് US-ലാണ്, പേര് സിറിൽ മലയിൽ. അവൻ മെക്കാനിക്കൽ എഞ്ചിനീയറിങ് അവിടെ 6 years കഴിഞ്ഞിട്ട് ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ മോള് ഇവിടെ ഹിരിയറ്റ് സെറിൻ മെലിസ തരിയൻ. ഷീ സ്റ്റഡിങ് ദ ആർക്കിടെക്ട് ആൻഡ് ഇന്റീരിയർ ഡിസൈൻസ്, ഹെരിയറ്റ് വാട്ട് UK. ഒരു സന്തോഷമായ ഒരു കുടുംബജീവിതവും ബിനുസാറിൻ്റെ ലൈഫിനെ ഒരു സക്സസ് ആക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അത് എത്രത്തോളമാണ്? തീർച്ചയായിട്ടും 100% ഐ എം സാറ്റിസ്ഫൈഡ്. ദർ ഇസ് നോ ഡൗട്ട് ഓൺ ദാറ്റ്. അത് പ്രത്യേകിച്ച് എൻ്റെ കല്യാണം കഴിഞ്ഞ പിന്നെ പറയുകയാണെങ്കിൽ ഷീ ഡിഡ് എ ബ്രില്യൻറ്റ് ജോബ്. പ്രയർ നമ്പർ 1, ദാറ്റ്സ് ദെയർ അറ്റ് ഹോം ഓൾ ദ ടൈം. ലുക്കിംഗ് ആഫ്റ്റർ കിഡ്സ്, ലുക്കിംഗ് ആഫ്റ്റർ മീ, that she delivered maybe, I don't know, I cannot say only 100%, beyond that. അപ്പോൾ ആ ഒരു സ്ട്രെങ്ത് എപ്പോഴും നമ്മളിലുണ്ടായിരുന്നു. അപ്പോൾ ഏത് ചലഞ്ചസ് എടുക്കാൻ പോയാലും ഷീ ജസ്റ്റ് സേ ഓക്കെ, സ്റ്റാർട്ട് വിത്ത് പ്രയർഫുൾ, ദാറ്റ്സ് ഇറ്റ്, ദ റെസ്റ്റ് എവറിത്തിങ് വിൽ കം. നമുക്ക് വിധിച്ചതാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. ആ ഒരു ധൈര്യവും ആ ഒരു പ്രചോദനവും ആ ഒരു കൃപയുമാണ് ഇന്നും നമ്മളെ നടത്തുന്നത്, മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 24-ാമത്തെ വയസ്സിലാണ് ആഫ്രിക്കൻ രാജ്യത്തിലേക്ക് ആദ്യമായിട്ട് പോകുന്നത്. വളരെ ചെറുപ്പകാലം. അത് കഴിഞ്ഞ് വീണ്ടും ദുബായിലേക്ക് വരുന്നു. ദുബായ് ആണ് വീണ്ടും, കാരണം എല്ലാവരുടെയും ഒരു സ്വപ്നഭൂമിയാണ് ദുബായ്. ശരിക്കും ഈ 2 രാജ്യങ്ങളെയും കൂടെ ഒന്ന് വിലയിരുത്തുമ്പോൾ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു 3/4 ഭാഗം, അല്ലെങ്കിൽ ആഫ്റ്റർ ദ 25 ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറേ കാലം ആഫ്രിക്കയിലും പിന്നെ ദുബായിലുമാണ്. രണ്ടും എങ്ങനെയൊന്ന് വിലയിരുത്താം? അത് ഞാൻ പറയും, ആദ്യത്തെ ഇന്നിങ്സ് നമ്മൾ കോളേജിൽ പഠിച്ചിറങ്ങി, ഈ പറഞ്ഞ 24-ാം വയസ്സിൽ ആഫ്രിക്കയ്ക്ക് പോയി. സോ സെക്കൻഡ് ഇന്നിങ്സ് വി പ്ലേഡ് അവർ ബെസ്റ്റ്. സോ ഞാൻ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐ ജസ്റ്റ് സെറ്റ് മൈസെൽഫ് ലൈക്ക് സം നമ്പേഴ്സ്. ഓക്കെ, ഈ ഒരു ഇത്രയും വർഷത്തിനിടയ്ക്ക് നമ്മൾ ഇത് ചെയ്തിരിക്കണം, അല്ലെ അച്ചീവ് ചെയ്യണം. അപ്പം
മിക്ക ആൾക്കാരും അത് അച്ചീവ് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സൈഡിലിരുന്ന് അച്ചീവ് ആകത്തില്ല. സോ വി ഹാവ് ടു വർക്ക് ഹാർഡ്. സോ ആ ഒരു ഹാർഡ് വർക്കിങ്ങിൽ കൂടെ ദൈവം തമ്പുരാൻ ഇന്ന് വരെ എന്തൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ അതെല്ലാം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു തേർഡ് ഫേസ് ഓഫ് ലൈഫ് നൗ, ദാറ്റ് ഈസ് ദുബായ്. സോ അത് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ 2003 ഇവിടെ കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ 2005 ഞങ്ങൾ മൂവ് ചെയ്യാനായിരുന്നു. ബട്ട് ഫോർച്ചുനേറ്റ്ലി മോൻ അവിടെ വളർന്നു വന്നു, അവൻ്റെ ഫ്രണ്ട്സായി, പിന്നെ മോളായി, അവൾക്ക് അവിടെ ഫ്രണ്ട്സായി, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫ്രണ്ട്സായി, കംഫർട്ടബിൾ ലിവിങ് ആയി. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കൂടി ഞങ്ങൾക്ക് ഗോട്ട് ഡിലേഡ് ആക്ച്വലി. ദെൻ വി സെറ്റ് ഇറ്റ് വെരി ക്ലിയർലി, ഓക്കെ, വൺസ് കിഡ്സ് കംപ്ലീറ്റ് ദെയർ സ്കൂളിംഗ് വി കം ഔട്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങോട്ടായിരിക്കും. മോൻ US പോയി. മോളോട് ചോദിച്ചു, നിനക്ക് എവിടെ പഠിക്കാൻ പോകണ്ടേ? ഐ വാണ്ട് സ്റ്റഡി ഇൻ ദുബായ്. ഓ, താങ്ക് ഗോഡ്. കാര്യം നമ്മളും ആഗ്രഹിച്ചാണ് ദുബായ് വന്ന് കുറച്ച് നാൾ ജീവിക്കണമെന്നുള്ളത്. അപ്പോൾ ഞങ്ങളും കൂടി. അപ്പോൾ ഇവിടെ കമ്പനി ഉണ്ട്. സോ വി ജസ്റ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ആ ലെവലിലോട്ട് നമ്മളിപ്പം നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ നാടുമായിട്ട് തൊട്ടടുത്താണ്. എപ്പം വേണേലും ഒരു വിളിപ്പാടകലെ എന്നുള്ള രീതിയിൽ നമുക്ക് പോകാൻ പറ്റും. ആ ഒരു ചാൻസ് വെച്ചിട്ട് ദുബായ് ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം, ഒരു ഡിസിഷൻ മേക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഡിസിഷനിൽ എടുത്ത ഡിസിഷനിൽ എന്തെങ്കിലും പാളിച്ച് അല്ലെങ്കിൽ അത് ശരിയായിരുന്നില്ല എന്ന് പിൽക്കാലത്ത് തോന്നിയിട്ടും? ഒരിക്കലും ഇല്ല. എല്ലാം ശരിയായി, എല്ലാം ശരിയായിരുന്നു പറയാം. റൈറ്റ് ഡിസിഷൻ. കാര്യം ഒത്തിരി ഹാർഡ്ഷിപ്പ് ഉള്ള ഡിസിഷൻസും എടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ അത് വിശ്വസിക്കുന്നത് അതും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അത് എഴുതി വെച്ചതാണ്. അതിൽ കൂടെ നമ്മൾ പോയേ പറ്റത്തുള്ളൂ. അതിൽ നിന്ന് ഓവർകം ചെയ്തേ പറ്റത്തുള്ളൂ. എന്നിട്ട് ഈ ലെവലിലെത്തി. 30 വർഷത്തെ ഒരു പ്രവാസ ജീവിതം, അതായത് ആഫ്രിക്കയിലും ദുബായിലും കൂടി ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? ലോട്ട് ഓഫ് ഗുഡ് സ്റ്റോറീസ്, ലോട്ട് ഓഫ് ഗുഡ് പീപ്പിൾ. ഓർത്തിരിക്കാനും ഓർക്കാനും ഒത്തിരി ഓർമ്മകളുണ്ട്. നല്ല നല്ല ഓർമ്മകളെ ഉള്ളൂ കൂടുതലും. ചുരുക്കം ചില ബാഡ് എക്സ്പീരിയൻസ് വി ഫേസ്ഡ്. ദാറ്റ് ഓൾസോ, ആസ് ഐ സെഡ്, അത് നമ്മുടെ ജീവിതത്തിൻ്റെ പാർട്ടാണ്. നമ്മുടെ തലവരയിൽ വരച്ചു വെച്ചിട്ടുള്ളതാണ്. അപ്പം അത് ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാന്നുള്ളതാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്. ജീവിതം വലിയൊരു യാത്രയാണ്. അപ്പോൾ ഈ ടൈറ്റിലിൽ പറയുന്ന പോലെ സഫലം ഈ യാത്ര. ഇതുവരെയുള്ള യാത്ര സഫലമാണ്. ആസ് ഐ സെഡ്, ഐ എം നോട്ട് റിഗ്രറ്റിംഗ് മച്ച്. ദാറ്റ് മീൻസ് ഐ എം ഹാപ്പി. പിന്നെ മാനുഷികമായിട്ടുള്ള ചില പ്രയാസങ്ങൾ ആർക്കും വരും. അത് നമ്മൾ സഹിച്ചും ക്ഷമിച്ചും മുന്നോട്ട് പോവുക. ഇനിയും ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ട്. ദൈവം സഹായിച്ചാൽ തീർച്ചയായിട്ടും പല തോട്ട് പ്രോസസ് ഉണ്ട്, ഒരുപാട് ഐഡിയോളജീസ് ഉണ്ട്, പല കണക്ഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. സോ വി വാണ്ട് ടു സീ ദാറ്റ് ഓക്കെ, ഇറ്റ്സ് ഗോയിങ് ഇൻ എ ബെറ്റർ ഷേപ്പ്. മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവിധ വിജയങ്ങളും ദൈവം തമ്പുരാൻ നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷം തിരക്കേറിയ ഈ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു അഭിമുഖം അനുവദിച്ചത്. താങ്ക് യു സോ മച്ച്.